അപ്പോൾ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സീക്വൻസ് ആണ്. എന്തിൻ്റെ സീക്വൻസ് തന്നിട്ടുണ്ട്? ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ, പെൻറ്റഗൺ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റെഗുലർ പെൻറ്റഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പെൻറ്റഗൺ. പെൻറ്റഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സൈഡുള്ള പോളിഗൺ. ഓക്കെ, അതിൽ ഡൗട്ടില്ലല്ലോ. ഓക്കെ, 5 സൈഡഡ് പോളിഗൺ ആണ് പെൻറ്റഗൺ. അത് കഴിഞ്ഞാൽ പിന്നെന്താവും? അപ്പോൾ റെഗുലർ ഹെക്സഗൺ, അങ്ങനെ റെഗുലർ ഹെപ്റ്റഗൺ, അങ്ങനെ പോകുന്ന സീക്വൻസ്. പിന്നെ ഇത് തന്നിട്ടുണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് കാണണം. പിന്നെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ് കാണണം, സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ കാണണം, 1 ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് കാണണം, 1 ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസും കാണണം. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ പോകും? അതിൽ ഡൗട്ടില്ലായിരുന്നു. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോവും, ഈ ഓർഡറിൽ തന്നെ പോവും. ഫസ്റ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ 3 സൈഡായിരുന്നു, സ്ക്വയർ ആകുമ്പോൾ 4 സൈഡായി, റെഗുലർ പെൻറ്റഗൺ ആകുമ്പോൾ 5 സൈഡായി, ഇനി റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ 6 സൈഡായി, റെഗുലർ ഹെപ്റ്റഗൺ ആകുമ്പോൾ 7 സൈഡായി, എക്സെട്ര. ഇങ്ങനെ പോവും. ആണോ? അതിൽ ഡൗട്ട് ഉണ്ടാവില്ല കരുതുന്നു. പിന്നെ അടുത്ത കാര്യം, സം ഓഫ് ഇന്നർ ആംഗിൾ. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾ നമുക്ക് എന്തായാലും ഇതറിയണ്ടാവും. ട്രയാങ്കിളിൻ്റെ കേസിൽ സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്, സ്ക്വയർ ആകുമ്പോൾ 360. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി ജനറലായിട്ട് ഒരു ഫോർമുല ഉണ്ട്, ഇത് പഠിച്ചു വെച്ചോ. അതായത് നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരും. സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു n സൈഡ് ആണെങ്കിൽ n-2 ഇൻറ്റു 180. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 3 സൈഡ് ആകുമ്പോൾ എന്താവും? സം ഓഫ് ഇന്നർ ആംഗിൾ 3 - 2 ഇൻറ്റു 180. അതായത് ട്രയാങ്കിളിൻ്റെ കേസിൽ അപ്പോൾ എന്ത് വരും? 3 - 2 ഇൻറ്റു 180, അല്ലെങ്കിൽ 1 ഇൻറ്റു 180, 180 തന്നെ വരും. ഓക്കെ. അതുപോലെ എന്തിൻ്റെ കേസിൽ? ഇനിയിപ്പോൾ സ്ക്വയർ ആവുന്ന കേസിൽ അതെന്താവും? ഡൗട്ട് ഉണ്ടോ? സ്ക്വയർ ആവുന്ന കേസിൽ അതെന്താവും? ഇപ്പോൾ സപ്പോസ് സ്ക്വയറിന് 4 സൈഡാണ്, 4 - 2 ഇൻറ്റു 180, 2 ഇൻറ്റു 180 ഈക്വൽ ടു 360 എന്നാവും. ഓക്കെ ആണോ? ഇനി പെൻറ്റഗൺ ആവുന്ന കേസിൽ അതെന്താവും? 5 - 2 ഇൻറ്റു 180. അപ്പോൾ എന്താവും? 3 ഇൻറ്റു 180. അപ്പോൾ എത്ര വരും? 520 ഡിഗ്രി വരും. ഓക്കെ. അടുത്തത് ഒരു കേസും കൂടി നോക്കാം. ഇനി 6 കേസ് 6 സൈഡഡ് ഹെക്സഗൺ ആകുമ്പോൾ 6 - 2 ഇൻറ്റു 180. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 180. അപ്പോൾ എന്ത് വരും? 7. ഇവിടെ 540 ആണ്, ഇതെന്ത് വരും? 720 എന്ന് വരും. ഓക്കെ. അടുത്തത് എന്ത് വരും? 7 - 2 ഇൻറ്റു 180. ഇത് ഇതിൻ്റെ കേസിൽ റെഗുലർ ഹെപ്റ്റഗണിൻ്റെ കേസിലാവട്ടോ. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 180 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇതെന്ത് വരും? 900 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇത്രയും ഡിഗ്രി, ഇതാണ് ആൻസർ വരിക. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ സീക്വൻസ് എങ്ങനെ പോവും? 360 ഡിഗ്രി, 540 ഡിഗ്രി, 720 ഡിഗ്രി, ഇങ്ങനെ പോകും. 7 സൈഡ് ആകുമ്പോൾ എന്ത് വരും? 900 ഡിഗ്രി. ഓക്കെ. ഇതിൽ ഡൗട്ട് ഉണ്ടാവില്ല കരുതുന്നു. ഈ കാര്യം ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആണോ? അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾ നോക്കാം. സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊരു പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ ഈസ് ഓൾവേസ് 360 ഡിഗ്രി. അപ്പോൾ അത് ഓർത്ത് വെച്ചോളുണ്ട് കേട്ടോ. ഏതൊരു പോളിഗൺ ആണെങ്കിലും സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 360 ഡിഗ്രി ആണ്. അപ്പോൾ ട്രയാങ്കിൾ ആകുമ്പോൾ 360 ഡിഗ്രി, സ്ക്വയർ ആകുമ്പോൾ 360 ഡിഗ്രി, ഇനിയിപ്പോൾ അത് റെഗുലർ പെൻറ്റഗൺ ആകുമ്പോഴും 360 ഡിഗ്രി,
അതുപോലെ റെഗുലർ ഹെക്സഗൺ ആവുമ്പോഴും റെഗുലർ ഹെക്റ്റഗൺ ആവുമ്പോഴും ഏത് റെഗുലർ പോളിഗണും അല്ലെങ്കിൽ ഏത് പോളിഗൺ ആണെങ്കിലും അവിടെ സം ഓഫ് ആംഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 360 ഡിഗ്രി ആണ്. അപ്പോൾ അതിൽ ഡൗട്ട് ഉണ്ടാവില്ലായിരുന്നു. അടുത്തത് അപ്പോൾ വൺ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത എന്താണ് വൺ ഇന്നർ ആംഗിളിന്റെ സീക്വൻസ്. അതെന്ത് വരും? നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾ അറിയാം. ട്രയാംഗിൾ ആവുമ്പോൾ 360 വരും ആണോ? അപ്പോൾ നമ്മൾ വൺ ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ വൺ ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് വൺ ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? സം ഓഫ് ആംഗിൾ ബൈ എന്ത് വരും? നമ്പർ ഓഫ് സൈഡ്സ് വരും. അപ്പോൾ ട്രയാംഗിളിന്റെ കേസിൽ അതെന്ത് വരും? ട്രയാംഗിളിന്റെ കേസ് ആകുമ്പോൾ അതെന്ത് വരും? 360/3. ഓക്കെ, അപ്പോൾ എന്ത് വരും? 360/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 60 ഡിഗ്രി. ഓക്കെ ആണോ? ഇത് ഏതിന്റെ കേസിലാണ്? റെഗുലർ പോളിഗണിന്റെ കേസിലാണ് കേട്ടോ. സോറി, സം ഓഫ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാംഗിളിന്റെ കേസിൽ 180 ഡിഗ്രി ആണ്. 180/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രി വരും. ഇനി അത് സ്ക്വയറിന്റെ കേസിലാവുമ്പോൾ അപ്പോൾ എന്ത് വരും? 360 ബൈ നമ്പർ ഓഫ് സൈഡ് 4 ആണ്. അപ്പോൾ എന്ത് വരും? 90 ഡിഗ്രി വരും. ഓക്കെ ആണോ? അടുത്തത് പെന്റഗൺ. റെഗുലർ പെന്റഗണിന്റെ കേസിൽ 540/5 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 108 എന്ന് വരും. ഓക്കെ ആണോ? ഇനി റെഗുലർ ഹെക്സഗണിന്റെ കേസിൽ കണ്ടുപിടിക്കുമ്പോൾ അപ്പോൾ എന്ത് വരും? അതിന്റെ ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്. റെഗുലർ ഹെക്സഗണിന്റെ കേസിൽ അപ്പോൾ എന്ത് വരും? 720/6 എന്ന് വരും. അപ്പോൾ അത് വരിക 120 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി ഒരു കേസും കൂടി. റെഗുലർ ഹെക്റ്റഗണിന്റെ കേസിൽ വൺ ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 900/7 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഏകദേശം 128.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതെന്ത് വരും? 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി, 120 ഡിഗ്രി, 128.5 ഡിഗ്രി ഇങ്ങനെ പോകുന്നതായിരിക്കും. ഇനി വൺ ഔട്ടർ ആംഗിൾ, ലാസ്റ്റ് വൺ ഔട്ടർ ആംഗിൾ കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ആൻസർ കംപ്ലീറ്റ് ആയി ആണോ? വൺ ഔട്ടർ ആംഗിൾ. അപ്പോൾ എല്ലാത്തിലും സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണ്. അപ്പോൾ ഓരോ ആംഗിൾ കിട്ടാൻ ഫസ്റ്റത്തെ എന്ത് വരും? ആ 360നെ നമ്മൾ നമ്പർ ഓഫ് സൈഡ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ കാര്യം ക്ലിയർ ആണ് കരുതുന്നു. ഇത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ എഴുതി തരുന്നുണ്ട്. വൺ ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഈക്വൽ ടു 360 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് തന്നെയാണ്. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ട്രയാംഗിളിന്റെ കേസിൽ എന്ത് വരും? 360/3 എന്ന് വരും. അതെന്ത് വരും? 120 ഡിഗ്രി എന്ന് വരും. ഓക്കെ ആണോ? 120 ഡിഗ്രി. ഇനി സ്ക്വയർ ആവുമ്പോൾ അപ്പോൾ എന്താവും? 360/4. അപ്പോൾ എന്ത് വരും? 90 ഡിഗ്രി എന്ന് വരും. ഓക്കെ ആണോ? 90 ഡിഗ്രി. അടുത്തത് റെഗുലർ പെന്റഗൺ ആവുമ്പോൾ എന്ത് വരും? 360/5 എന്ന് വരും. അതെന്ത് വരും? 360/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 72 ഡിഗ്രി എന്ന് വരും. അടുത്തത് എന്ത് വരും?
ഇത് 72 ഡിഗ്രി അടുത്തെന്ന് വരും 360/6 അല്ലേ? എന്ത് വരും നോക്കി നോക്ക്. 360/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രി ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യാം, 36 × 10 എഴുതാം അല്ലേ? 36 എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 × 6, അപ്പോൾ ബാക്കി ഒന്നുണ്ടാവും 60 ഡിഗ്രി എന്നുണ്ടാവും. ഓക്കെ, ഇനി റെഗുലർ ഹെപ്റ്റഗൺ ആവുന്ന ടൈമിൽ 360/7 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ എന്ത് വരും? ഏകദേശം 51.42 ഇങ്ങനെ വരും. ഓക്കെ ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? റെഗുലർ പോളിഗണിന്റെ കേസിൽ ഉള്ള 2-3 ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സം ഓഫ് ഇന്നർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എത്രയാണോ സൈഡ് അതിന്ന് 2 കുറച്ചിട്ട് n-2, അതാണ് n-2 ഇൻറ്റു 150 കൊണ്ട് ഗുണിക്കുക. ഓക്കെ ആണോ? ട്രയാങ്കിൾ ആവുമ്പോൾ 3 - 2 × 180. ട്രയാങ്കിളിന്റെ കേസ് നമ്മൾ സെപ്പറേറ്റ് ലോവർ ക്ലാസ്സസിൽ പഠിച്ചതാണ്, അപ്പോൾ അതിൽ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പക്ഷെ വലിയൊരു പോളിഗൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കൂടിയിട്ടുള്ള ഏത് പോളിഗൺ തന്നു കഴിഞ്ഞാലും നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾ കാണാം. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾ ആണെങ്കിൽ, സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായിരുന്നു? ഓൾവേസ് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിവിടെ എഴുതിയിട്ടില്ല. ഇനി 1 ഇന്നർ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾ കാണാം. അതിന് റെഗുലർ പോളിഗൺ ആണല്ലോ, അപ്പോൾ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 1 ഔട്ടർ ആംഗിൾ, എല്ലാത്തിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 360 ഡിഗ്രീനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ഔട്ടർ ആംഗിളും കിട്ടും. അപ്പോൾ ഇതുവരെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്, ക്ലിയർ ആണെന്ന് എഴുതുന്നു. ഓക്കെ ആണോ? ഓക്കെ.